പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ട് താതാമ്യം പ്രാപിക്കും. ആ പ്രപഞ്ചമാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. പ്രപഞ്ചം ചലിപ്പിക്കുമ്പോൾ നമുക്കെതിരും എല്ലാം വരുക. ഇവിടെ ഉള്ളതെല്ലാം പ്രപഞ്ചമല്ലേ, ഇതെല്ലാമായിട്ട് താതാമ്യം പ്രാപിക്കുകയല്ലേ. പിന്നീട് എന്ത് ബുദ്ധിമുട്ട്? പ്രശ്നമില്ല മാഷെ. പ്രശ്നം ഉണ്ടാക്കിയ ഭയങ്കര പ്രശ്നമാണ്. ചെറിയൊരു പ്രശ്നം, ഒരു കടുകുമണിയോളം ചെറിയൊരു വേണ്ടാത്ത വൈബ്രേഷൻ കൊണ്ടുവന്ന അത് മാഗ്നിഫൈ ചെയ്ത് വരും. അത് ഒഴിവാക്കിയിട്ടേ പ്രപഞ്ചം പിന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ അപ്രസക്തമായിട്ട് എന്തു വന്നാലും അത് കിടുകിടാ ഉറച്ച് അതില്ലാണ്ടാക്കി കഴിയും. ഇതിന് നിൽക്കാൻ പറ്റത്തില്ല, പടച്ചവന് ഇതിന് നിൽക്കാൻ പറ്റത്തില്ല. പടച്ചവൻ സൃഷ്ടാവ് ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. അതിൻ്റെ എവിടെയോ ഒളിച്ചിരിക്കുന്നൊന്നുമില്ല. ഒളിച്ചിരിക്കുന്ന പടച്ചവന് വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ വിശ്വാസം നമ്മളും ഉണ്ടാകില്ല, വിശ്വാസം ഉണ്ടാകില്ല, നമ്മളും ഉണ്ടാകില്ല. വിശ്വാസം മാറ്റി വെച്ചിട്ട് അനുഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പടച്ചവനും നമ്മളൊന്ന് ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ആട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പടച്ചവൻ എവിടെയുണ്ട്? നമ്മളിലുണ്ട്. എന്നിട്ട് മാറി നിന്നിട്ട് വേറെ എവിടെയോ അതെന്ത് പടച്ചവനാ? പടച്ചവൻ അത് ഡ്യൂപ്ലിക്കേറ്റ് പടച്ചവനാ. നമുക്ക് റിയൽ പടച്ചവൻ വേണം. ഉണ്ട്, അന്വേഷിക്കണ്ട. അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തിനാ അന്വേഷിക്കണം? എല്ലാം ഇവിടെ ഉള്ളതാ. നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയി കൈയും കൂപ്പിന്ന് പാടുമില്ല. എല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാത്തിനും കാരണങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. കാറ്റുണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, മഴയുണ്ടാകുന്നു, വെയിലുണ്ടാകുന്നു, ഭൂമിയിൽക്കം ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകേണ്ടതാണ്. നാച്ചുറൽ കലാമിറ്റീസ് എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യത്തിൽ? അത് നാച്ചറാണത്, കലാമിറ്റീസ് അല്ലത്. ഭൂമിയിൽക്കം ഉണ്ടാകും, ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, നിർത്താൻ പറ്റത്തില്ല. അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചോളൂ. അതിനനുസരിച്ചാണ് നമ്മളും ജീവിക്കുന്നത്. അനുസരണമാണ്. ആരെ അനുസരിക്കും? ആദ്യം ഉമ്മേനെ അനുസരിക്കും, പിന്നെ ആരനുസരിക്കും? പിന്നെ ഉമ്മേനെ അനുസരിക്കും. കാരണം അനുസരിക്കാത്തോണ്ടാ പിന്നെ ആരനുസരിക്കും ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കിയ ഉമ്മേനെ അനുസരിച്ചിട്ടില്ല. ഉമ്മേനെ അനുസരിച്ച് കഴിഞ്ഞാൽ ചോദ്യമില്ല. പിന്നെ ഉമ്മ അനുസരിച്ച് അടുത്തവർ കണക്റ്റഡ് അല്ലേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ. അല്ലെങ്കിൽ ഇറങ്ങുന്നു വന്നവരാരും ഇല്ലല്ലോ. എല്ലാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്, അല്ലാത്തൊന്നുമില്ല. അപ്പൊ അനുസരണം അടങ്ങണം. അനുസരണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതുമായിട്ട് താതാമ്യം പ്രാപിക്കുന്നു. അമ്മയുമായിട്ട് താതാമ്യം പ്രാപിക്കുക. ഇവിടെ അനുസരണ എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്ന അമ്മയുടെ ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങളായിട്ട് താതാമ്യം പ്രാപിക്കലല്ല. അമ്മ എന്ന് പറയുന്ന നിലനിൽക്കുന്ന ആ ദിവ്യവുമായിട്ട് താതാമ്യം പ്രാപിക്കും, പൊരുത്തപ്പെടുക. അപ്പോഴാണ് നമുക്ക് ഇതാണ് ഞാൻ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ തുടർച്ചയല്ലേ. അമ്മയെ ഞാൻ ലയിച്ചു തീർന്ന് അമ്മ അപ്രത്യക്ഷമായി. ഞാൻ തെളിഞ്ഞപ്പോൾ അമ്മ അപ്രത്യക്ഷമായി. നമ്മൾ എന്തുമായിട്ട് ബന്ധമുണ്ടോ അതുമായിട്ട് താതാമ്യം പ്രാപിക്കുമ്പോൾ ഞാൻ തെളിഞ്ഞൊളിഞ്ഞു. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, കുറേ ഇവരെല്ലാം ഒന്നായി തീർന്നു. കുടുംബം, ബന്ധം, ഇതെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ആ ബന്ധങ്ങൾ പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ തളരുന്നില്ല. ഞാനും നീയുമല്ല, ഞാനുമാണ്. ഞാനും നീ എന്ന് പറഞ്ഞെടുത്താണ് കുഴപ്പങ്ങളുണ്ടാണ്. നിങ്ങൾക്ക് ദാഹിക്കും, എനിക്കും ദാഹിക്കും, ഇലോൺ മസ്കിനും അംബാനിക്കും നമ്മുടെ മോദിക്കും ദാഹിക്കുന്ന ഒരുപോലെ ഒരു വ്യത്യാസമില്ല കേട്ടോ. മോഡിയും നമ്മളുമായിട്ട്, മോഡിക്കും നമ്മൾക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമുക്ക് എന്ത് അവകാശമുണ്ട് അത് തന്നെ മോഡിക്കും അവകാശമുള്ളത്. അതിന് മോഡിക്ക് കൂടുതൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോഡിക്ക് വല്ലതും കൂടുതൽ ചെയ്യാൻ പറ്റുക? ബഷീറിന് ചെയ്യാൻ പറ്റുന്നതന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഉറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നു. അവരും വെള്ളം കുടിക്കുന്നു, നമ്മളും വെള്ളം കുടിക്കുന്നു. അല്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ നിൽക്കുക, നിൽക്കത്തില്ല അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് ഇലോൺ മസ്കും ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മളും ഭക്ഷണം കഴിക്കുന്നു. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, മൃഗങ്ങളും കുടിക്കുന്നു ദാഹിക്കുമ്പോൾ വെള്ളം. അല്ല, എന്ത് വ്യത്യാസമാണ്? 10 കാശ് കയ്യിലുണ്ടെന്നും പറഞ്ഞു ഒരു വ്യത്യാസമില്ല. കാശ് കയ്യിലുണ്ട്,
കൈ അങ്ങനെ വലതും എടുത്ത് പിടിക്കാം, കഴകുമ്പോൾ താഴെ വെക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എത്ര കാശ് കയ്യിലുണ്ടെന്ന് തോന്നിയാൽ കാശ് നമുക്ക് ഉണ്ടാക്കി ചിലവാക്കി എന്തെങ്കിലും ചെയ്യാം, അതൊരു വിഷയമല്ല. ഞാനുണ്ട് എന്നുള്ള ഭാഗം അത് വളരെ നിർബന്ധമാണ്. ഞാൻ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട്, അത് വളരെ നിർബന്ധം അല്ലേ. ഞാൻ എങ്ങനെയുണ്ട്, ഞാൻ നന്നായിട്ടുണ്ട് വേണ്ടേ. അത് 24 മണിക്കൂറും ഇതിനകത്ത് റെസ്റ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴാണ് വിശ്രമിക്കേണ്ടത്, എപ്പോഴാണ് വിശ്രമിക്കാൻ പോണത്? ഫുൾ ടൈം ആഘോഷിച്ചോണ്ടിരിക്കുക. ഈ വിശ്രമത്തിന് വിശ്രമിക്കുന്നത് നമ്മളല്ലാണ്ടിരിക്കുമ്പോഴാണ്. നമ്മളല്ലാണ്ടിരിക്കുമ്പോഴാണ് വിശ്രമം വേണ്ടത്. അല്ലെങ്കിൽ ഇതിനകത്ത് വിശ്രമമില്ല. ഫുൾ ടൈം ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കിടന്നുറങ്ങുമ്പോഴും നടക്കുമ്പോഴും എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട്